മൈബദി സബക്ക് 29. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദുൽ മുർസലീൻ വ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. പല കാരണങ്ങളെ കൊണ്ടും നമ്മുടെ ക്ലാസ് നോമ്പിന്റെ ശേഷം ഒരു ക്ലാസ് മാത്രമാണ് നടത്താൻ കഴിഞ്ഞത്. ഇൻഷാ അല്ലാഹ് ഇനിയെങ്കിലും തുടർന്ന് ക്ലാസ് നടക്കാൻ അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. ആ പറഞ്ഞ വിഷയമൊക്കെ എല്ലാവരും ഓർക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ ഒന്ന് ആവർത്തിച്ച് കേൾക്കുന്നത് നന്നായിരിക്കും. അതായത് മക്കാനിലുള്ള ഫസ്ലിനെ സംബന്ധിച്ചാണ് നമ്മളെ ചർച്ച. മക്കാൻ എന്ന് പറഞ്ഞാൽ മുസന്നിഫ് അവിടെ രണ്ട് സിക്കായിട്ടാണ് കൊണ്ടുവന്നത്. ഒന്നിരിക്കൽ ഹലാൽ കൊണ്ട് ഉദ്ദേശിക്കുമ്പോൾ തന്നെ അത് മൗഹൂമാണോ അതല്ല മൗജൂദാണോ എന്ന മുതകല്ലിമീങ്ങളെ മദ്ഹബ് മൗഹൂമാണെന്ന്, മശായിങ്ങളെ മദ്ഹബ് അത് മൗജൂദാണെന്ന്. അങ്ങനെയുള്ളൊരു ഹലൽ അല്ലെങ്കിൽ അവിസ്സത്തുഹുൽ ബാത്തിനു മിനൽ ജിസ്മിൽ ഹാവി അൽ മുമാസുൽ സത്തിഹുൽ ലാഹിരി മിനൽ ജിസ്മിൽ മഹ്വി, ഇതാണ് പറഞ്ഞത്. അതില് അവ്വല് ബാത്തിലാണ്. ഫതഅയ്യന സാനി തഅയ്യനായി. അവ്വല് ബാത്തിലാണ് എന്ന് പറയാൻ മുസന്നിഫ് കൊണ്ടുവന്ന ന്യായം, ഖല ഉണ്ടെന്ന് വെക്കുമ്പോൾ അവിടെ രണ്ട് രൂപമാണല്ലോ. ഒന്നിരിക്കൽ ലാശയും മഹ്ല് അഥവാ മൗഹൂമ്, അല്ലെങ്കിൽ ബോഴുതും മൗജൂദ്. മശായിങ്ങളല്ല, ഇസ്റാഖിക്കാര മദ്ഹബ് അനുസരിച്ച് മൗജൂദായ ബോഴുത്. ലാശയും മഹ്ല് മൗഹൂമാണെന്നാണ് മുതകല്ലിമീങ്ങളെ മദ്ഹബ്. മുജറദായ മൗജൂദായിരിക്കുന്ന ബോഴുതാവുന്ന ഇസ്റാഖിക്കാര മദ്ഹബ്. ഈ രണ്ട് അഭിപ്രായവും ബാത്തിലാണ്. അപ്പെന്താവും, പിന്നെ ഇവിടെ നമ്മൾ പറഞ്ഞ മഹ്വിയായ ജിസ്മിൽ നിന്ന് ലാഹിറായിരിക്കുന്ന സത്തിഹിനെ തൊട്ടു നിൽക്കുന്ന ഹാവിയായ ജിസ്മിൽ നിന്നുള്ള ബാത്തിനായിരിക്കുന്ന സത്തിഹാണ് മക്കാനി എന്നുള്ള അഭിപ്രായം സ്ഥിരപ്പെടും. അതിന് മൂപ്പര് പറഞ്ഞു, മൗഹൂമായിരിക്കുന്ന ബുഴുതാണെന്ന് വെക്കുമ്പോൾ, ലാശയും മഹലാണെന്ന് വെക്കുമ്പോൾ അത് ബാത്തിലാണെന്ന് സമർത്ഥിക്കാൻ ഖല രണ്ട് ജിദാറിന്റെ ഇടയിലുള്ള ഖല രണ്ട് പട്ടണത്തിന്റെ ഇടയിലുള്ള ഖലയിനേക്കാൾ എത്രയോ അക്കല്ലാണ്. അപ്പൊ സിയാദത്തിന് ഖുസാനെ സ്വീകരിക്കുന്ന ഒന്ന് ലാശയും മഹലാവും പാടില്ല. അതിന്റെ മേൽ കുറെ എഴുത്തിരാളുകളും കൊണ്ടുവന്നു. ആ വിഷയമൊക്കെ നമ്മൾ സംസാരിച്ചു. അപ്പൊ എന്താ പാടില്ല, സിയാദത്ത് മൂപ്പര് പറഞ്ഞനുസരിച്ചു അത് ബാത്തിലാണ്, അത് വേറെ വിഷയം. സിയാദത്തിന് ഖുസാനെ കാബിലാകുന്ന ഒന്ന് മൗജൂദായിരിക്കുന്ന ഒരു ഷെയ്യായിരിക്കണം, ലാശയും മഹലാവും പാടില്ല. ഇനി രണ്ടാമത്തത്, അത് മുജറദായ മൗജൂദായിരിക്കുന്ന ഒരു ബുഴുതാണ് എന്ന് പറഞ്ഞ മദ്ഹബ്, അതും ബാത്തിലാണ്. വലാ സബീല സാനി, ഇശ്റാഖിക്കാർ പോയ മാദിനെ തൊട്ട് മുജറദായിരിക്കുന്ന ബുഴുതാണ് എന്ന് പറഞ്ഞല്ലോ, അത് ബാത്തിലാണ്. അത് ബാത്തിലാവാനുള്ള കാരണം എന്താണ്? അതിന് കാരണം ദലീല് പറയണത്, ലിഅന്നഹു ലൗ ഉജിദൽ ബുഴുദു മുജറദൻ അനിൽ ഹയൂല, ഒരു ബുഴുദിന് എത്തിക്കപ്പെടുകയാണെങ്കിൽ ഹയൂലയെ തൊട്ട് തനിപ്പിക്കപ്പെട്ടതായ നിലക്ക് ബുഴുദിന് എത്തിക്കപ്പെടുകയാണെങ്കിൽ ലകാന ലിദാത്തിഹി, ആ ബുഴുദ് ആവേണ്ടിയിരിക്കുന്നു ലിദാത്തിഹി, ആ ബുഴുദിന്റെ ദാത്തിന് വേണ്ടി. വനിയമനിൽ മഹല്ലി, മഹലിനെ തൊട്ട് വനിയാവണം. മഹല്ല്, മാദ്ദ, ഹയൂല എന്നതൊക്കെ ഒന്നാണെന്ന് നമ്മൾ പഠിച്ചുകണല്ല. അപ്പോ അത് ഇബാറത്തിലുള്ള തഫന്നിനാണ്. ഹയൂലയെ തൊട്ട് മുജറദായ ഒരു ബുഴുദിനെ നമ്മൾ എത്തിക്കപ്പെടുകയാണെങ്കിൽ ആ പിന്നെ ബുഴുദ് എന്താവേണ്ടി വരും?
മഹല്ലിനെ തൊട്ട് വനിയാവേണ്ടി വരും. എങ്ങനെ? ദാത്തിന് വേണ്ടി തന്നെ, അതിന്റെ ദാത്തിന് വേണ്ടി മഹല്ലിനെ തൊട്ട് വനിയാവേണ്ടി വരും എന്ന് പറഞ്ഞാൽ എന്താ പറയുന്ന ഉദ്ദേശം? ഇല്ല പറട്ടെ. ഇനി അങ്ങനെ ദാത്തിന് വേണ്ടി വനിയല്ല നിൽക്കുക. ലക്കാനലി ദാത്തിഹി മുഫ്തക്കരൻ, അതിന്റെ ദാത്തിന് വേണ്ടി എന്തായിരിക്കും? ആ മഹലിലേക്ക് അത് ആവശ്യമാവും. വഹാദാ മുനാഫില്ലി തജറുദിഹി, അപ്പൊ ഇതിന്റെ തജറുദിനോട് മുനാഫിയാണ്, അത് മുജറദാണ് എന്ന് പറയുന്നത് എതിരാവും. ഫസ്തഹാല, അപ്പൊ മഹലിനെ തൊട്ട് ദാത്തിന് വേണ്ടി വനിയാണ് നോക്കുമ്പോ ആ ബുഅദ് ഫസ്തഹാല യക്തിറാനുഹു, ആ ബുഅദ് ആ ഹയൂലയോട് മഹല്ലിനോട് അന്യരിക്കല്, അതിന് ഹാലാവല് എന്തായി? മുഹാലായി, അസംഭവ്യമായി. ഏത് നിലക്കലാവധിഹിൽ ഇഫ്തിക്കാര്, ദാത്തിയായിരിക്കുന്ന ഇഫ്തിക്കാറിന്റെ അവധിഹിന്റെ മേൽ ഹാദാ ഖുൽഫുൻ. ഇതാണിപ്പോ ബുർഹാൻ. ഈ പറഞ്ഞതിന്റെ ഹാസിർ ഇപ്പൊ എന്താണ്? ഇതിന്റെ ഹാസിർ നമുക്ക് ഇങ്ങനെ മനസ്സിലാക്കാം. അതായത് മാദ്ദനെ തൊട്ട് മുജറദായിട്ടൊരു ബുഅദിന് എത്തിക്കപ്പെടുകയാണെങ്കിൽ അതിന്റെ ദാത്ത്, ആ ബുഅദിന്റെ ദാത്ത് തന്നെ എന്തായിരിക്കും? ആ ഹയൂലിയെ തൊട്ട് വനിയാവേണ്ടി വരും. അതിന്റെ കാരണം എന്ന് വെച്ചാല് ഈ ഹുലൂലും അദമുൽ ഹുലൂലൊന്നും എന്തല്ല, ഖാരിജായിരിക്കുന്ന ഒരു അമ്രിന് വേണ്ടി ആരിതാകുന്ന ഉമൂറുകളിൽപ്പെട്ടതല്ല. മറിച്ച് അതെന്താണ്? ദാത്തിന് വേണ്ടി ആരിതാവുന്ന അഹ്വാലിൽപ്പെട്ടതാണ് ഹുലൂലും ലാഹുലൂലൊക്കെ. അപ്പോ ഈ ബുഅദ് മുജറദ് ഇസ്തിഗ്നാഅ് അത് ഹയൂലയെ തൊട്ടെന്ത് ചെയ്യാ? ആവശ്യമാവാതിരിക്കല് ദാത്തിന്റെ കാരണം കൊണ്ടല്ലാതെ ഉണ്ടാവൂല. അപ്പൊ അതിന്റെ ദാത്ത് എന്താവണം? ഒനിയാവണം. നിസ്സംശയം അങ്ങനെ ഒനിയാവേണ്ടി വരും. അങ്ങനെ ദാത്ത് തന്നെ ഒനിയാകുന്ന ഒന്ന് എന്താണ്? അങ്ങനെയുള്ള ബുഅദിന്റെ അഫ്റാദിൽപ്പെട്ട ഏതെങ്കിലും ഒരു ഫർദ് മാദ്ദിനോട് മുഖാരിനാകുക, മാദ്ദിയായിരിക്കുന്ന ഒന്നിലെ ഹാലാകുക എന്നതെന്താവും? അസംഭവ്യമാവണം, അത് മുഹാലാവണം. അപ്പൊ എന്ത് രാജ്യമാവും? മാദ്ദിനെ തൊട്ട് തനിപ്പിക്കപ്പെട്ട ഒരു ബുഅദിന് എത്തിക്കപ്പെടുകയാണെങ്കിൽ അതിന്റെ അഫ്റാദിൽപ്പെട്ട ഏതെങ്കിലും ഒരു ഫർദ് മാദ്ദിനോട് മുഖാരിനാവല് അന്യരിക്കൽ അസംഭവ്യമാണ് എന്ന് വന്നു. എത്തരത്തിലത് ബാത്തിലാണ്? കാരണം എന്താ? ഈ മാദ്ദിയായ ബുഅദ്, മാദ്ദിയായ ഉമൂറുകളിൽ ഹാലാവുന്ന ബുഅദുണ്ടല്ലോ, അത് ഏതിൽപ്പെട്ടല്ലേ? ഈ ബുഅദിന്റെ അഫ്രാദുകളിൽപ്പെട്ടൊരു ഫർദാണല്ലോ. അതാണ് പറഞ്ഞത് ഫസ്തഹാല യക്തിറാനുഹു ബിഹി അയ്യലാ വജിഹിൽ ഇഫ്തികാരി. അങ്ങനെ വെക്കലോ ഹാദാ ഖുൽഫുൻ, അത് എതിരുമാണ്. ലിഅന്നഹു മുഫ്തഖറുൻ ഇലൈഹി, കാരണം ആ മഹലിലേക്ക് അത് ആവശ്യമാണ്. ഫിൽ അജ്സാമി, അജ്സാമിലായ നിലക്ക്. വഫീഹി ബഹ്സുൻ, ഈ പറഞ്ഞതിൽ എഴുത്തിറാദുണ്ട്, ഇഷ്കാലുണ്ട്. ഇതിലിപ്പോ എന്ത് വേണം? എന്താ ഇഷ്കാലിന്റെ മദാറ്? വേറൊരുപാട് ഇഷ്കാലുകൾ ആ സ്ഥലത്തുണ്ട്. അത് അയിനുൽ ഖുലാത്തൊക്കെ ഹാമിസൊക്കെ നോക്കിയാൽ കാണും. ലിഅന്നഹു മൗഖൂഫുൻ അലാ തമാസുലിൽ അബ്ആദിൽ മാദ്ദിയത്തി വൽ മുജറദത്തി. നിങ്ങൾ ഈ പറഞ്ഞത് ഒരു മുജറദായ ബുഅദ് ഇല്ല എന്ന് വരണമെങ്കിൽ ബുഅദ് എന്ന മാഹിയത്ത് എന്താവണം? കുല്ലിയ മുത്തവാത്തിയായിട്ട് എല്ലാ ആ ബുഅദ് സാധിക്കാവുന്ന മുഴുവൻ മാദ്ദകളിലും അതിന്റെ മാഹിയത്ത് എന്താവണം? മുത്തഹിദാണ് എന്ന് വരണം. എന്നാലല്ലേ എന്താണ് ഈ വിഷയം വരുള്ളൂ. അതാണ് ലിഅന്നഹു മൗഖൂഫുൻ അലാ തമാസുലിൽ അബ്ആദിൽ മാദ്ദിയത്തി വൽ മുജറദത്തി. മുജറദായ ബുഅദും മാദ്ദിയുമായിരിക്കുന്ന അബ്ആദുകളുടെ തമാസുലിന്റെ മേൽ നിർത്തപ്പെട്ടതാകുന്നു. ഏതോടുകൂടെ മാന്നൽ മാദ്ദിയത്ത, മാദ്ദിയായിരിക്കുന്ന ബുഅദ് അഅറാദുൻ, അത് അഅറാദുമാണ്. വൽ മുജറദത്തു ജവാഹിറുൻ, മുജറദായിരിക്കുന്ന ബുഅദ് അത് ജൗഹറുമാണല്ലോ. ആരെടുക്കല്? ഈ മുജറദായിരിക്കുന്ന ബുഅദ് കൊണ്ട് പറയുന്നവരെടുക്കല്. പിന്നെ എന്തിന്റെ മേലും നിർത്തപ്പെട്ടതാണ്? വഅലാ അദമിൽ വാസിത്തത്തി ബൈനൽ ഹാജത്തി വൽ ഗിനൽ ദാത്തിയത്തൈനി, ദാത്തിയായിരിക്കുന്ന ഗിനയും ദാത്തിയായ ഹാജത്തും ഇതിന്റെ ഇടയിൽ ഒരു വാസത്തില്ലാന്നും വേണം. അതായത് ദാത്തിന് വേണ്ടി വനിയ അല്ലെങ്കിൽ
ദാത്തിയായ ഇസ്തിഖാർ നിലക്കെന്താവും, അതുമായിട്ട് ഹുലൂലുണ്ടാവും, ഇഖ്തിറാനുണ്ടാവും എന്നല്ലോ. അപ്പൊ ഒന്നിരിക്കൽ ദാത്തിയായ ഹാജത്ത് അല്ലെങ്കിൽ ദാത്തിയായിരിക്കുന്നതിനാ, ഇത് രണ്ടിന്റെയും ഒരു വാസിത്തല്ല. വകിലാഹുമാ, ഈ അദമുൽ വാസിത്തല്ലാതിരിക്കലും അബാദുകൾക്ക് അബാദുകൾ മുഴുവനും തമാസിന്റെ മേലാണ് എന്ന് പറഞ്ഞത് മംനുആനി, അത് നമ്മൾ സമ്മതിക്കൂല. അപ്പൊ എന്ത് ചെയ്യണം? ഇനി മറുകക്ഷി അബാദുകളൊക്കെ തമാസുലാണ്, എല്ലാ ബുഴുദിന്റെ നഫ്സ് അങ്ങനെ മുത്തഹിദാണ്, ഹഖീഖത്താൽ വാഹിദാണ് എന്നെന്ത് ചെയ്യണം? സമർത്ഥിക്കണം. വാസിത്തല്ല എന്നെന്ത് ചെയ്യണം? സമർത്ഥിക്കണം. അത് കഴിഞ്ഞു. ഇനി നമ്മൾ ഹയ്യിദിന്റെ ഫസലാണ്. ഹയ്യിദും മക്കാനും ഒന്നാണോ രണ്ടാണോ? മുത്തക്കല്ലിമീങ്ങൾ നമ്മളിപ്പോ ഹയ്യിദും മക്കാനൊക്കെ ഇപ്പൊ ഒന്നായിട്ട് പറയും. എന്നാൽ ഇവിടെ ഹയ്യിദും മക്കാനും രണ്ടാണ്. ഇപ്പൊ ഉദാഹരണം, ഇവരിപ്പോ ഈ പറഞ്ഞനുസരിച്ച് ഏത് അസ്സത്തുൽ ബാത്തിനു, ഇപ്പൊ മുസന്നിഫ് ഇവിടെ ഇപ്പൊ റാജിയാക്കിയ ആ താരീഫ് അനുസരിച്ചിപ്പോ എല്ലാത്തിനും മക്കാൻ ഉണ്ടാകാനില്ലല്ലോ. അസ്സത്തുൽ ബാത്തിനു മിനൽ ജിസ്മിൽ ഹാവി അൽ മുമാസുൽ ഇസ്തിഹ്ലാഇ മിനൽ ജിസ്മിൽ മഹ്വി എന്ന് പറഞ്ഞനുസരിച്ച് ഫലക്കുൽ അഫ്ലാക്കിന്റെ അപ്പുറത്ത് ഖലൗല മലൗലാന, പിന്നെ എനിക്ക് ഒരു ഹാവിയായിരിക്കുന്ന സത്യം എങ്ങനെ ഉണ്ടാവുക? ഉണ്ടാവൂലല്ലോ. അപ്പൊ അതിലേക്ക് മക്കാനൻ ഉണ്ടാവും. എന്നാ എനിക്ക് ഹയ്യിദ് ഉണ്ട് എന്നുള്ളതാണ് പരവാദം. അപ്പൊ ഹയ്യിദും മക്കാനും ഒന്നല്ല രണ്ടാണ്. അതാണ് എന്താണ് ഹയ്യിദ് എന്ന് പറയണത് പറയട്ടെ. ഫസ്ലുൻ ഫിൽ ഹയ്യിദ്, ഹയ്യിദിൽ പറയുന്ന ഫസ്ലാകുന്നു. കുല്ലു ജിസ്മിൻ, ഏതൊരു ജിസ്മും ഫലഹു ഹയ്യിദുൻ തബഇയ്യുൻ, അതിലേക്ക് എന്തുണ്ട്? തബഇയായിരിക്കുന്നൊരു ഹയ്യിദ് ഉണ്ട്. തബഇയായ പ്രകൃതിപരമായിട്ടുള്ള ഒരു ഹയ്യിദ് അതിലേക്കുണ്ട്. അതായത് ഇപ്പൊ ഇവര് പറയണത് വെള്ളം, ഹവ, മണ്ണ്, ഇത് മൂന്നും നിങ്ങൾ എടുത്തു നോക്കി. നമ്മളൊരു കല്ലെടുത്തിട്ട് മേലക്ക് പൊന്തിച്ച കല്ലെടുത്താൽ ആ കല്ല് താഴോട്ടിട്ടാൽ അതെന്തായി? ഹവനെ തുളച്ച് താഴോട്ട് പോകും. ഹവന്റെ അപ്പുറത്തേക്ക് എത്തിയപ്പോൾ മായി കണ്ടു, ആ മായിനെയും തുളച്ച് കയറി അതിന്റെയും താഴോട്ട് പോകുന്നു. എവിടെയും കല്ല് സ്തംഭിക്കുന്നില്ല, അത് താഴോട്ട് പോവാണ്. അത് എത്തേണ്ടടുത്ത് എത്തിയാൽ അവിടെ നിൽക്കും. അപ്പൊ എന്താണ്? ഹവന്റെ മഹല്ലില് ആ കല്ല് നിൽക്കണില്ല, മായിന്റെ മഹല്ലിലും അത് നിൽക്കണില്ല. അപ്പോ അത് നിന്നു. എങ്ങനെ? ഞാനിങ്ങനെ പിടിച്ചിന്റെ കയ്യിലിങ്ങനെ പിടിച്ച് നിർത്തിയപ്പോ അത് നിന്നതാണ്. അത് വീണപ്പോ നേരെ അതിന്റെ പ്രകൃതിപരമായിരിക്കുന്ന ഹയ്യിദിലേക്ക് അത് എത്തിയെന്നാണ് പറയണത്. അപ്പൊ ഏതൊരു വസ്തുവിനും തബഇയായിരിക്കുന്ന ഹയ്യിദ്, ഖസ്രിയായ ഹയ്യിദ്. നമ്മൾ കുപ്പിയിൽ വെള്ളാക്കിയിട്ട് കുപ്പിയിൽ ഹവയാക്കിയിട്ട് വെള്ളത്തിന്റെ അടിയിലേക്കത് പോയാൽ അതുണ്ടാവുന്നു, നമ്മൾ ആ കുപ്പിയിലുള്ള ഹവ നമ്മളെ ഖസ്രിയായിട്ട് താഴോട്ട് പോകുന്നു. നമ്മൾ നേരെ തിരിച്ചാലോ ഉടനെ അത് മേലോട്ട് വരുന്നു. അപ്പൊ ഹവന്റേതായിരിക്കുന്ന ഒരു ഹയ്യിദ്, ഒരു മക്കാൻ, അതാണ് ഇപ്പോൾ തബഇയായിരിക്കുന്ന ഹയ്യിദ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മനസ്സിലായിട്ടുണ്ടാവും. ഇൻഷാ അല്ലാഹ് വിശദമായിട്ട് വരുന്നുണ്ട്. അടുത്ത മത്തന് മാത്രം നോക്കുമ്പോൾ കാണാം, അന്ന ലൗ ഫറദിന അദമ തൈസീർ ഖവാസിരി, ഏതൊരു ജിസ്മിനിക്കും എന്തുണ്ട്? തബഇയായിരിക്കുന്ന ഹയ്യിദ് ഉണ്ട് എന്ന് പറയാൻ കാരണം, നമ്മൾ ഫറദ് ചെയ്തു ഖാരിജിയായിരിക്കുന്ന ഉമൂറിന്റെ തൈസീർ ഇല്ല എന്ന് നമ്മൾ ഫറദ് ചെയ്താൽ അതെന്താവണം? ഒരു മുഅയ്യനായിരിക്കുന്ന ഹയ്യിദിലാവണം. ബദാഹത്ത് നടക്കും. ആ ഹയ്യിദ് ഒന്നിലേക്ക് എന്താവട്ടെ, എന്റെ ദാത്തിന് വേണ്ടി ആ ജിസ്മ് ബന്ധപ്പെടുത്തിയതാവട്ടെ, അല്ലെങ്കിൽ ഒരു ഖാസിറിന് വേണ്ടി ആവട്ടെ. എന്നാൽ ഖാസിറിന് വേണ്ടി ആവാൻ പാടില്ല. അപ്പൊ പിന്നെന്താവണം? തബിയത്തിന് വേണ്ടി ആവണം. വഹുവൽ മത്ലൂബ്, അതാണ് നമ്മളെ ദഅവ. ആ വിഷയമാണ് ഇവിടെ സമർത്ഥിക്കുന്നത്. പറയട്ടെ. ഫസ്ലുൻ ഫിൽ ഹയ്യിദ് കുല്ലു ജിസ്മിൻ
സവാവും കാന ഫലക്കിയൻ ഔ ഉൻസരിയൻ, ആ ജിസ്മ് ഫലക്കിനത്തിൽപ്പെട്ടതാവട്ടെ അതല്ലെങ്കിൽ ഉൻസരിയാവട്ടെ, ഏതോ ആവട്ടെ, ഏതൊരു ജിസ്മും ഫലഹു ഹയ്യിദുൻ തബഇയ്യുൻ, അതിനക്ക് പ്രകൃതിപരമായ തബഇയായിരിക്കുന്ന ഒരു ഹയ്യിദുണ്ട്. ഖീല ഹാദാ യന്തഖിലു ബിൽ ജിസ്മിൽ മുഹീത്തി, ഏതൊരു ജിസ്മിനും ഹയ്യിദുണ്ട് എന്ന് പറയുന്ന ഈ വാദം ജിസ്മുൽ മുഹീത്ത് കൊണ്ട്, മുഹീത്തായിരിക്കുന്ന ഫലക്കുൽ അഫ്ലാക്ക് കൊണ്ട് ഇത് മുന്തക്കിലാകുമല്ലോ, പൊളിയോലോ, ഈ മൂജിബകുല്യ പൊളിയോലോ. എന്റെ ഫൈനഹു ജിസ്മുൻ, അത് ജിസ്മാണ്, വലൈസലഹു ഹയ്യിദുൻ, അതിനക്ക് ഹയ്യിദില്ല. അലാ തഫ്സീരിഹി, മുസന്നിഫിന്റെ തഫ്സീർ അനുസരിച്ച്, അതായത് മുസന്നിഫ് തഫ്സീറാക്കിയതാ ഐ അസ്സത്തുഹുൽ ബാത്തിൻ മിനൽ ജിസ്മിൽ ഹാവി അൽ മുമാസുൽ ഇസ്സത്തിഹുൽ ളാഹിർ മിനൽ മഹ്വിയി, ഇത് ലൈസ വറാഅഹു, കാരണം ആ മുഹീത്തായ ജിസ്മിന്റെ പിന്നിലില്ല ജിസ്മുൻ ആഖറു, മറ്റൊരു ജിസ്മില്ല, അതിനങ്ങനെ വലയം ചെയ്യാൻ തരപ്പറ്റുന്നൊരു ജിസ്മില്ലല്ലോ. നഅം, പക്ഷേ ലഹു അതിനക്കുണ്ട് വളഉൻ, ഒരു വളയുണ്ട്. വള എന്ന് പറഞ്ഞാല് അതിന്റെ ബാലിലേക്ക് ചേർത്ത് നോക്കിയാലുണ്ടാവുന്ന ഒരു ഘടന അതിലേക്കുണ്ട്. അതായത് ഇപ്പൊ പറയണെന്താ, പിന്നെ ഈ ജിസ്മു മുഹീത്താകുന്ന ഫലക്കുൽ അഫ്ലാക്കാവുന്ന ഒന്നിനേക്ക് പിന്നെ ഒരു ബാത്തിനായിരിക്കുന്ന സത്യ അതിലേക്കില്ല, അപ്പോഴല്ലേ എനിക്ക് മക്കാനുണ്ടാവുള്ളൂ. പിന്നെന്തുണ്ട്, അത് വലയം ചെയ്യപ്പെട്ട അതിന്റെ മഹവിയാത്തുണ്ടല്ലോ, ആ മഹവിയാത്തിലേക്ക് ചേർത്തി നോക്കിയിട്ട് അതിനൊരു പ്രത്യേക ഘടനയുണ്ടെങ്കിലും അത് മക്കാനല്ലതാനും. അപ്പോ കുല്ലിയായിട്ട് ഏതൊരു ജിസ്മിനും തഹയ്യിദ് കൊണ്ട് പറയാൻ പറ്റൂലല്ലോ. ഈ ഇഷ്കാൽ യഥാർത്ഥത്തിൽ എവിടുന്നാണ് ഇയാള് മനസ്സിലാക്കിയത്? നഅം ലഹു വലൗൻ വ മുഹാദാത്തുൻ ബിന്നിസ്ബത്തി ഇലാ മാ ഫി ലൗഫിഹി, രണ്ടു തഫ്സീർ തന്നെ. അതായത് അതിന്റെ ആ മുഹീത്തായ ജിസ്മിന്റെ ലൗഫിലുള്ള അതിന്റെ ഉള്ള ഉള്ളിലേക്ക് ചേർത്തി നോക്കിയിട്ട് ഒരു പ്രത്യേകമായ മുഹാദാത്ത് എനിക്കുണ്ട്. അതായത് ബാദിലേക്ക് നോക്കിയിട്ടുള്ള ആ ഒരു ഘടനയാണ് മുഹാദാത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോ ഇതിപ്പോ ഈ ഇസ്കാൽ ഇവിടെ വരാനുള്ള കാരണം ഹയ്യിദും മക്കാനും ഒന്നാണ് എന്ന് മനസ്സിലാക്കി. അത് ഒന്നാണെന്ന് മനസ്സിലാക്കാണ്ടായ കാരണം മുസന്നിഫ് മക്കാന്റെ നിർവചനം പറഞ്ഞതുപോലെ ഹയ്യിദ് എന്താണ് എന്ന് ഇവിടെ പറഞ്ഞിട്ടില്ല. അപ്പൊ പറയാതെ വന്നപ്പോ എന്ത് മനസ്സിലാക്കി? നേരത്തെ പറഞ്ഞ മക്കാനും ഹയ്യിദും ഒന്നാണ് എന്ന് മനസ്സിലാക്കി. അങ്ങനെ മനസ്സിലാക്കുമ്പോ നേരത്തെ പറഞ്ഞ മക്കാന്റെ നിർവചനം തരുന്നു, അസ്സത്തുഹുൽ ബാത്തിൻ മിനൽ ജിസ്മിൽ ഹാവിയൽ മുമാസുൽ ഇസ്സത്തിഹുൽ ളാഹിരി മിനൽ മഹ്വി എന്നാണല്ലോ. അപ്പൊ ഹയ്യിദ് എന്ന് പറഞ്ഞാലും അതാണെന്ന് വരും. അങ്ങനെ വെക്കുമ്പോ എന്തായില്ല, എല്ലാ ജിസ്മിനും ഏതുണ്ട്, ഹയ്യിദ് ഉണ്ട് എന്ന് പറയും ചെയ്യുമ്പോ ആ മാനക്കുള്ള മക്കാനാവുന്ന ഹയ്യിദ് എന്തില്ല, എല്ലാ ജിസ്മിനും ഇല്ല. കാരണം ഫലക്കുൽ അഫ്ലാക്കിരിക്കില്ല എന്ന് തോന്നല്ലോ. വഖദ് യുജാബു അൻദാലിക, ഇതിനെ തൊട്ട് ജവാബ് കൊടുക്കപ്പെടും. എന്താ ഈ എഴുത്തിനാഥർ ദി അന്നൽ ഹയ്യിദ ഇൻദഹും, ഹുക്കമായിന്റെ അടുക്കല് ഹയ്യിദ് എന്ന് പറയണ എന്താ, അത് രണ്ടും ഒന്നല്ല. ഹയ്യിദ് മക്കാന്റെയും ഇടയില് ഇത്തിഹാദിനെ ഇത്തിഹാദ് ഉണ്ട് സമ്മതിക്കൂല, രണ്ടും രണ്ടാണ്. അതാണിപ്പോ ജവാബിന്റെ ആശയം വരിക. അവരെടുക്കല് ഹയ്യിദ് എന്ന് പറഞ്ഞാൽ മാ ബിഹി തത്തമായിദുൽ അജ്സാമു, മാ ഒരു ശൈയാണ്, ബിഹി അതുകൊണ്ട് തത്തമായിദുൽ അസിയാഉ വസ്തുക്കൾ വേർതിരിയും, തത്തമായിദുൽ അജ്സാമു അജ്സാമുകൾ എന്ത് ചെയ്യും, വേർതിരിയും. ഫിൽ ഇശാറത്തിൽ ഹിസ്സിയത്തി, ഹിസ്സിയായിരിക്കുന്ന ഇശാറത്തിൽ, ഹിസ്സിയായ ഇശാറത്തിന്റെ കാബിലാവുന്ന വിഷയത്തില് അജ്സാമുകൾ തമ്മിൽ വേർതിരിയുന്ന ഒന്നാണ് ഹയ്യിദ്. വഹുവ, അത് അങ്ങനെയുള്ള ഹയ്യിദ് അഅമ്മു മിനൽ മക്കാനി, മക്കാനിനേക്കാൾ അഅമ്മാണ്. അപ്പൊ എല്ലാ മക്കാനും ഹയ്യിദാണ്, എല്ലാ ഹയ്യിദ് എന്തല്ല മക്കാനല്ല എന്ന് വരും. ലിത്തനാവുലിഹി, ആ ഹയ്യിദ് ഉൾക്കൊള്ളിച്ചതിന് വേണ്ടി,
അൽ വദ അല്ലദീ യുംതാദു ബിഹിൽ മുഹദ്ദിദു അൻ ഗൈരിഹിം, ഒരു വദഇനെ വദ എന്ന് പറഞ്ഞാല് ആ ജിസ്മിനിക്ക് വാതിനാൽ വാതിലേക്ക് ചേർത്തി വെക്കലുണ്ടാവുന്ന ആരുതാവുന്ന ഒരു ഹയ്യത്തുണ്ടല്ലോ, ആ ഹയ്യത്താണ്. ആ വദഇനെ അല്ലദീ യുംതാദു ബിഹി, അതുകൊണ്ട് വേർതിരിയപ്പെടും, അൽ മുഹദ്ദിദു, മുഹദ്ദിദിനെ, അതായത് ഫറഖുൽ അഫ്ലാഖിനെ, അൻ ഗൈരിഹി, അതല്ലാത്തിനെ തൊട്ട്, ഫിൽ ഇശാറത്തിൽ ഇസ്തിയാരിക്കുന്ന ഇശാറത്തില് ഫഹുവ മുത്തഹയ്യിദുൻ, അപ്പൊ എന്താണ് ആ മുഹദ്ദിദുൽ ജിഹാദ്, അതായത് ജിസ്മുൽ മുഹീദ്, ഫലക്കുൽ അഫ്ലാഖ് എന്താണ് ഹയ്യിദിന്റെ കാബിലാണ്, വലൈസ ഫിൽ മക്കാനി, അത് മക്കാനിലല്ലതാനും. വലാ ബുഅദ, അര ബുഅദുല്ല, എന്ത് ഫീ അൻ തകൂന തിൽക്കൽ ഹാലത്തു, ആ ഹാലത്താവുക, അല്ലത്തി തുമയ്യിദുഹു ഫിൽ ഇശാറത്തിൽ ഇസ്തിയത്തി, ഇസ്തിയാരിക്കുന്ന ഇശാറത്തിൽ അതിനോട് വേർതിരിക്കുന്ന ആ ഹാലത്താകുന്ന വിഷയത്തിൽ ബുഅദില്ല. എന്തിനെ തൊട്ട് വേർതിരിക്കാൻ ഗൈരിഹി, അതല്ലാത്തിനെ തൊട്ട് വേർതിരിക്കുക, അത് തബഇയ്യത്തല്ലഹു, അതിലേക്കുള്ള തബഇയ്യത്താകുക, പ്രകൃതിപരമാകുക, അങ്ങനെ ആകുന്നതിൽ ബുഅദില്ല. എന്തിനപ്പോ സാരും ഇത് പറയണത്? അപ്പോ വലാ ബുഅദ, ഇത് യഥാർത്ഥത്തിൽ ഒരു മുഖദ്ദറായ സുആലിന്റെ ജവാബാണത്. എന്താണതെന്നറിയോ? മുഖദ്ദറായ സുആലിൽ മുഹീത്തായ ജിസ്മിനിക്ക് നിങ്ങൾ പറഞ്ഞനുസരിച്ച് ഹയ്യിദ് ഉണ്ടാകുകയാണെങ്കിൽ ആ ഹയ്യിദ് തൊബഴിയാണെന്നല്ലേ വരുന്നത്. അത് തൊബഴിയാവരെങ്ങനെ? അത് സുബൂത്താവൂലല്ല. കാരണം തൊബഴിയാണെങ്കിൽ വള, അങ്ങനെ തൊബഴിയാകുകയാണെങ്കിൽ വള എന്ന് പറഞ്ഞാൽ വാലിലേക്ക് ചേർത്ത് വെക്കുണ്ടാവുന്ന ഒരു പ്രത്യേക ഹയ്യത്തല്ലേ, അത് നീങ്ങൂലോ. തൊബഴിയാണെങ്കിൽ നീങ്ങാൻ പാടില്ലല്ലോ. അപ്പൊ പിന്നെങ്ങനെ അത് തൊബഴിയാണെങ്ങനെ പറയാ? ഹയ്യിദും മക്കാനും രണ്ടാക്കി. ഹയ്യിദ് എന്നതുകൊണ്ട് ഹുക്കമായിന്റെ അടുത്തുള്ള മുറാദ് എന്താണ്? അജ്സാമുകള് ഇസ്തിയാരിക്കുന്ന ഇശാറത്തിൽ എന്ത് ചെയ്യും? ഒന്ന് മറ്റൊന്നിനെ തൊട്ട് വേർതിരിയുന്ന ഒന്നാണ് എന്ന് വെക്കുമ്പോ അത് വളയിനെയും ഷാമിലാക്കും. വളയിനെ ഷാമിലാക്കും എന്ന് വെക്കുമ്പോ വള ഹയ്യിദായല്ലോ. ഈ ഹയ്യിദ് എന്ന് പറഞ്ഞാൽ തൊബഴിയാണെന്ന് പറഞ്ഞല്ലോ. തൊബഴിയാണെങ്കിൽ എന്താവില്ലല്ലോ, അത് നീങ്ങാൻ പാടില്ലല്ലോ. എത്തരത്തിൽ വള എന്താണല്ലോ, നീങ്ങുമല്ലോ. അതിനുള്ള മറുപടിയാണ് ഇപ്പൊ അരിയാ പറയണത്. വലാ ബുഅദ ഫീ അൻ തകൂന തിൽക്കൽ ഹാലത്തു, ആ ഹാലത്താവുന്ന വിഷയത്തിൽ ബുഅദില്ല. അല്ലത്തി, എങ്ങനെയുള്ള ഹാലത്ത്, തുമയ്യിദുഹു, ആ ഹാലത്താണ് ആ ജിസ്മിനെ വേർതിരിക്കുക. ഫിൽ ഇശാറത്തിൽ ഹിസ്സിയത്തി, ഇസ്തിയാരിക്കുന്ന ഇശാറത്തിൽ അൻ ഗൈരിഹി, അതിന്റെ ഗൈറിനെ തൊട്ട്, അത് തബിയത്തഹു ലഹു, അതിനേക്കുള്ള തബിയത്താവൽ ബുഅദ എന്തില്ല, ബഈദാവൂല. വഇല്ലം യകുൻ ശൈഉൻ മിൻ ഔലാഇഹി വനിസബിഹി ബിൽ ഖിയാസ് ഇലാ മാ തഹതഹു അംറൻ തബഇയ്യൻ, അതായത് വഇല്ലം യകുൻ ശൈഉൻ മിൻ ഔലാഇഹി, അതിന്റെ വളകള്, വനിസബിഹി, അതിന്റെ ബന്ധങ്ങള്, അത് തഫ്സീറാണ്, അതിൽ നിന്നുള്ള ശൈഅ് ആയിട്ടില്ല. ബിൽ ഖിയാസ് ഇലാ മാ തഹതഹു, അതിന്റെ തഹത്തിലുള്ള ഒന്നിലേക്ക് ചേർത്തി വെക്കൽ കൊണ്ടുള്ള അതിന്റെ ബന്ധങ്ങൾ, അതിന്റെ ഘടനകള്, അത് തബഇയായ അമ്രായിട്ടില്ല എന്നിരുന്നാലും ശരി. അതായത് ഇപ്പൊ പറഞ്ഞതിന്റെ ഹാസില് എന്താണ്? വളയിലേക്ക് രണ്ട് മാനുണ്ട്. വളയിലേക്ക് രണ്ട് മാനുണ്ട്. ഒന്ന്, അതിന്റെ തഹത്തിലേക്ക് ചേർത്തി നോക്കൽ കൊണ്ട് ആരിലാകുന്ന തഗയ്യുറിനെ, തബദ്ദുലിനെ സ്വീകരിക്കുന്ന ഒരു വളവ്, അതാണ്. അത് തബഇയല്ല, അത് ഒരിക്കലും എന്തല്ല, തബഇയല്ല. അത് ഖാരിജയായ ഉമൂറിലേക്ക് ചേർത്തി വെക്കൽ കൊണ്ട് ആരിലാവുന്ന ഒരു അഹ്യത്താണ്. തബഇയായിരിക്കുന്ന വളവ്, അത് ഇസ്തിയായ ഇശാറത്തിലെ വേർതിരിവിനെ നൽകുന്ന ഒരു ഹാലത്ത്. അൽ ഹാലത്തുൽ മുമയ്യിസത്തു ഫിൽ ഇശാറത്തി, അതെന്താണെന്ന് അറിയോ? അൽ ഹൈഅത്തുൽ ആരിദത്തു ബിൽ ഖിയാസ് ഇലാ നിസ്ബത്തി ബാലി അജ്സായിൽ ജിസ്മി ഇലാ ബാലി, ആ ജിസ്മിന്റെ അജ്സായിൽ നിന്നുള്ള ബാലിലേക്ക് ചേർത്തി വെക്കൽ കൊണ്ട് ആരിദാവുന്ന ഒരു ഹയ്യത്ത്,
ആ മാനക്കുള്ള പിന്നെ വല ആണ് ഇവിടെ ഹയ്യിസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് തബഴിയുമാണ്. നിങ്ങൾ മനസ്സിലാക്കുന്ന ചേഞ്ചിങ്ങിന് തഗയ്യുറിന് തബദ്ദുലിനെ സ്വീകരിക്കുന്ന ഒരു വലയുണ്ട്. ആ വല അല്ല ഇവിടെ ഉദ്ദേശിക്കുന്ന വല. അപ്പൊ പിന്നെ മുസന്നിഫ് ഏതൊരു ജിസ്മിലേക്ക് ഏത് വേണം? ഹയ്യിദ് വേണം. അല്ല, ഏതൊരു ജിസ്മും പലഹു ഹയ്യിദും തബഴിയും എന്ന് പറഞ്ഞല്ലോ. തബഴിയായ ഹയ്യിദ് എനിക്കുണ്ടാവും എന്ന് പറഞ്ഞത് അത് തബഴിയാവുന്നോട് എതിരില്ല എന്നും വന്നു. ഫൈൻ കുൽത്ത, അപ്പൊരു ചോദ്യം. ഫൈൻ കുൽത്ത, അപ്പൊരു ചോദ്യം. ഹാദാ മുനാഫിൻ, ഈ പറഞ്ഞത്, അതായത് ഹയ്യിദ് മക്കാനേക്കാൾ ആമാണെന്നല്ല ഇപ്പോൾ മറുപടി പറഞ്ഞത്. ഈ മറുപടി ശരിയല്ലല്ലോ. ഇതിപ്പോ ഹയ്യിദ് മക്കാനും രണ്ടാന്ന് വരുന്നുണ്ടല്ലോ. എത്തരത്തിൽ ഹുക്കമായിന്റെ അടുക്കൽ ഇപ്പൊ അത് രണ്ടും ഒന്നല്ലേ? രണ്ട് എന്ന് പറയുന്നത് മുത്തക്കല്ലിമീങ്ങൾ എടുക്കലല്ലേ? ഇതാണ് ഇപ്പൊ ഇസ്കാലിന്റെ ഹാസിൽ വരിക. ഹാദാ മുനാഫിൻ, ഇത് എതിരാകുമല്ലോ ലിമാ സറഹ ബിഹിൽ മുഹക്കിഖുത്തൂസി ഫി സറഹിൽ ഇസാറാത്തി, ഇസാറാത്തിന്റെ സറഹില് മുഹക്കിഖുത്തൂസൊക്കെ വ്യക്തമാക്കിയ ഒന്നിനോട്. എന്താണ് വ്യക്തമാക്കിയത്? മിൻ അന്നൽ മക്കാന ഇന്ദൽ ഖായിലീന ബിൽ ജുസ്ഇ, ജുസുല്ലദീലായത് കൊണ്ട് പറയുന്ന മുത്തക്കല്ലിമീങ്ങൾ എടുക്കല് മക്കാന് ഒയറുൽ ഹയ്യിദ്, അത് ഹയ്യിദിന്റെ ഒയറാണ്. മക്കാനും ഹയ്യിദും രണ്ടാണ്. വദാലിക, അത് ഒയറാണ്, ഹയ്യിദിന്റെ ഒയറാണ് മക്കാന എന്ന് പറഞ്ഞത്. ലിഅന്നൽ മക്കാന ഇൻദഹും, കാരണം അവരെടുക്കൽ മക്കാന എന്ന് പറഞ്ഞത് ഖരീബും മിൻ മഫ്ഹൂമിഹിൽ ലുഗ്വി, ലുഗ്വിയായിരിക്കുന്ന ആ മക്കാനിന്റെ മഫ്ഹൂമിനോട് കരീബാണ്. എന്ത് പറഞ്ഞില്ല? ഈ ബാത്തിനായ സത്തുഹി എന്നുള്ള മാനക്ക് ആര് പറഞ്ഞില്ല? അസത്തുഹുൽ ബാത്തിൻ മിനൽ ഹാബി അൽ മുമാസുൽ ഇസ്തിഹുൽ മിനൽ മഹ്വി എന്ന് പറയുന്ന ഒരു മാന മുത്തകല്ലിമീങ്ങൾ പറയുന്നില്ല. ഓരെടുക്കൽ എന്താണ്? ലുഗ്വിയായ മഫ്ഹൂം, അതായത് മാ യസ്തഖറു അലൈഹിൽ ജിസ്മു. അവിടെ തന്നെ പറയുന്നത് വഹുവ മാ യഅ്തമിദു അലൈഹി മുതമക്കിനു, മക്കാനെ സ്വീകരിക്കുന്ന ഒന്ന് അതിന്റെ മേൽ കാരണം കൊള്ളും. അങ്ങനെയുള്ള ഒന്നാണ് അതിന്റെ ലുഗ്വിയായ മഫ്ഹൂമിനോട് കരീബ്. അതാണ് അവരെടുക്കൽ മക്കാൻ എന്ന് പറയുന്നത്. പിന്നെ മുസാമാത്ത് നിരക്ക് ഇപ്പൊ നേരത്തെ മക്കാൻ ഹയ്യിദിന്റെ മാനക്കുള്ള മക്കാൻ തഫ്സീറാണ് മുത്തക്കല്ലിമീങ്ങളുടെ അടുക്കൽ ബോധി എന്നൊക്കെ പറഞ്ഞത്. കൽ അറളിൽ ശരീരി, ഒരു കട്ടിലിലേക്ക് ഭൂമി പോലെ. അമ്മൽ ഹയ്യിദ് ഫഹുവ ഇൻദഹും, ഹയ്യിദ് അവരെടുക്കൽ അൽ ഫറാഉൽ മുതവഖമു അൽ മസ്ഗൂലു ബിൽ മുത്തഹയ്യിദ്, ഹയ്യിദിനെ സ്വീകരിക്കുന്ന ഒന്നുകൊണ്ട് ജോലിയാക്കപ്പെട്ട ആ മുത്തവഖമായ ഫറാഗ്. നമ്മൾ പറഞ്ഞല്ലോ ബുഴുദും മൗഹൂമെന്ന് നേരത്തെ പറഞ്ഞല്ലോ, അതാണ് അവരെടുക്കൽ ഹയ്യിദ്. അല്ലദി, എങ്ങനെയുള്ള മുത്തഹയ്യിദ്? ലൗലം യസ്ഗലുഹു, അതിനെ ആ ഫറാഗിനെ ആ ശുഗലാക്കിയിട്ടില്ലെങ്കിൽ നക്കാന ഖലാൻ, എന്താവേണ്ടരും ആ ഫറാഗിനെ ഖലാ ആവും, ഒഴിഞ്ഞു കിടക്കും. കദാഖിലിൽ കൂതലുമായി, വെള്ളത്തിലുള്ള കൂതന്റെ, വെള്ളത്തിലേക്ക് ചേർത്തേക്കിന്റെ കൂതന്റെ ദാഖിൽ പോലെ. അമ്മ ഇന്ദ ശൈഖി വൽ ജുംഹൂരി, ശൈഖിന്റെ അടുക്കലും ജുംഹൂറിന്റെ അടുക്കലും മിനൽ ഹുക്കമായി എന്നുള്ള ജുംഹൂറിന്റെ അടുക്കലും ഫഹുമാ വാഹിദുൻ, ഈ ഹയ്യിദ് മക്കാനും ഒന്നാണല്ലോ. അതേതാ? വഹുവ സത്തുൽ ബാത്തിൻ മിനൽ ഹാവി അൽ മുമാസിൽ സത്തിഹുൽ മിനൽ മഹ്വി. അഖൂലു, അങ്ങനെ പറഞ്ഞാൽ പറ്റൂല. ഹയ്യിദും മക്കാനും തമ്മിൽ ചെറിയൊരു എതിര് ഹുക്കമായിന്റെ അടുക്കലുണ്ട്. ഇതാണ് ഇപ്പൊ അഖൂലിന്റെ ഹസല്. അൽ മഫ്ഹൂമു മിൻ കലാമി ശൈഖ്, ഷെയ്ഖിന്റെ കലാമിൽ നിന്ന് ഗ്രഹിക്കപ്പെട്ടത് അന്നൽ ഹയ്യിദ അഅമ്മു മിനൽ മക്കാനി, ഹയ്യിദ് മക്കാനിനേക്കാൾ ആമാണ്. ഹൈസു കാല, ഷെയ്ഖ് പറഞ്ഞു, ഫി മൗലിഇൻ മിൻ തബഇയാത്തി ശിഫായി, ശിഫാന്റെ തബഇയാത്തിൽ നിന്നുള്ള മൗലിയിൽ ലാ ജിസ്മ ഇല്ലാ വയൽഹഖുഹു അൻ യകൂന ലഹു ഹയ്യിദുൻ. അതെ, ഒരൊറ്റ ജിസ്മുമില്ല. ഏത് സ്ഥിതിയില്? ആ ജിസ്മിനോട് ചേരുന്നതായ സ്ഥിതിയിലല്ലാതെ എന്ത് ചേരുക? അൻ യകൂന ലഹു ഹയ്യിദുൻ, അതിനൊക്കെ ഹയ്യിദ് ഉണ്ടാവുക എന്നത് അതിനോട് ഇൽഹാഖ്, അതിനോട് ചേരും. അത്തരത്തിലല്ലാതെ ഒരു ജിസ്മുമില്ല. ഇമ്മാ മക്കാനുൻ, അത് ഒന്നിരിക്കലും മക്കാനായിരിക്കും.
ഇമ്മ വദോൻ വ തർത്തീബുൻ, ഒന്നിരിക്കൽ വദവും വ തർത്തീബുമായിരിക്കും. അത് രണ്ടും തന്നെ. വഫി മൗദിൻ ആഖറ മിന്ന സിഫ തബഴിയാത്തിലുണ്ട്, സിഫന്റെ തബഴിയാത്തിൽ നിന്ന് മറ്റൊരു മൗദിയിലുണ്ട്. കുല്ലു ജിസ്മിൻ, ഏതൊരു ജിസ്മും ഫലഹു ഹയ്യിദുൻ തബഴിയുൻ, എനിക്ക് തബഴിയായ ഹയ്യിദുണ്ട്. ഫൈൻ കാനദാ മക്കാനിൻ, അപ്പൊ അത് മക്കാനുടേതാണെങ്കിൽ, ഏതുപോലെ മുഹദ്ദിദുൽ ജിഹാത്ത് അല്ലാത്തത്, കാന ഹയ്യിദുഹു, അതിന്റെ ഹയ്യിദ് എന്തായി? മക്കാനായി. മുഹദ്ദിദുൽ ജിഹാത്ത് ആകുമ്പോഴോ അതിന് ഹയ്യിദ് മാത്രമേ ഉള്ളൂ. ഏതായാലും അവിടെ കട്ടെ. ഇനി നമുക്ക് തബഴിയായിരിക്കുന്ന ഹയ്യിദുണ്ട് എന്നതിലേക്കുള്ള ദലീലും ലിഅന്ന ലൗ ഫറദന എന്ന ഇല്ലത്തിലേക്കാണ് പോകുന്നത്. അത് ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ സംസാരിക്കാം. അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ.